ചൈനയ്ക്കുള്ള നട്ടെല്ല് പോലും സായിപ്പിൻ്റെ മാധ്യമങ്ങൾക്ക് ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ കണ്ടതാണ് ചൈനയുടെ ഗ്ലോബൽ ടൈംസ്, ചൈനീസ് മുഖപത്രമാണ് ഗ്ലോബൽ ടൈംസ്. നമുക്കറിയാം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ്. പാകിസ്ഥാന്റെ ഭീകരവാദ സംഘടനകൾക്ക് പോലും ചൈനയുടെ ആശീർവാദമുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഒരു മര്യാദയുടെ പുറത്തായിരിക്കാം, അല്ലെങ്കിൽ നടന്നതൊരു ഭീകരാക്രമണമാണെന്നുള്ള സാമാന്യ ബോധം കൊണ്ടായിരിക്കാം ഈ പറയുന്ന ചൈന പോലും ഭീകരവാദ ആക്രമണമാണ് കാശ്മീരിൽ നടന്നത് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവരുടെ വാർത്തയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടി BBC ഒരു ലേഖനം വായിച്ചു. അതിനകത്തും നമ്മുടെ നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ, മണിയാശാന്റെ ഭാഷയിൽ പറഞ്ഞ അണ്ണാക്കി പിരിവെട്ടിയിരിക്കുന്ന സായിപ്പന്മാര് മിലിറ്റന്റ് ആക്രമണം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭീകരവാദി എന്ന് എഴുതാനുള്ള ഉറപ്പ് നട്ടെല്ലിൽ ഇല്ലാത്ത സായിപ്പന്മാര്. ഇന്നത്തെ വാർത്തയിൽ ഞാൻ പ്രേക്ഷകരുടെ ഇവിടെ കാണിക്കുന്നത് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഭീകരവാദമെന്നല്ല, മിലിറ്റന്റ് ആക്രമണം. ആലോചിച്ച് നോക്കണം. BBC എന്ന് പറയുന്ന മാധ്യമത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. ചിലപ്പോൾ അവർ BBCയുടെ ഇന്ത്യൻ വേർഷൻ വെബ്സൈറ്റിൽ അവരെന്താണ് എഴുതിയിരിക്കുന്നത് ഞാൻ നോക്കിയില്ല. പക്ഷെ BBC.com അവർ എഴുതി വെണ്ടയ്ക്ക അക്ഷരത്തിൽ വെച്ചിട്ടുണ്ട് മിലിറ്റൻസ് എന്ന് വെച്ചാൽ ധൈര്യമില്ല, തീവ്രവാദം അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയാനുള്ള ധൈര്യമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അതുപോലെ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒക്കെ 2 ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൽ പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ വ്യക്തമായി പറയുന്നുണ്ട്, കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് ഭീകരവാദത്തെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ട്? അമേരിക്കയ്ക്കും വെസ്റ്റേൺ രാജ്യങ്ങൾക്കും, സ്പെഷ്യലി ബ്രിട്ടന് വേണ്ടിയിട്ടും. ഈ സായിപ്പന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നതിന്റെ കാര്യവും ഇത് തന്നെയാണ്. ഈ ഭീകരവാദികളെ, കശ്മീരിൽ അടക്കമുള്ള ഭീകരവാദികളെ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തുന്നുണ്ടെങ്കിൽ അത് കറന്നു കൊടുക്കുന്നത്, ആ പാല് കറന്നു കൊടുക്കുന്നത് ഈ ബ്രിട്ടീഷ് സായിപ്പന്മാരാണ്. സീരിയസ്ലി ഇവരാണ് ചെയ്തു കൊടുക്കുന്ന ആ പണി. അതുകൊണ്ടാണ് ഇവർക്ക് തീവ്രവാദി എന്നും ഭീകരവാദി എന്നും വിളിക്കാൻ പേടി. എന്തിന്? പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങൾ പോലും എഴുതിയിട്ടുണ്ടെന്നേ ഭീകരവാദ ആക്രമണമാണെന്ന്. ഇപ്പൊ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന BBCയുടെ ഓഫീസിന് ഇന്ത്യ കത്ത് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അമേരിക്കൻ മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, നടന്നത് ഒരു ഭീകരവാദ ആക്രമണമാണ്, അങ്ങനെ തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഏതെങ്കിലും ഒരു ഇസ്ലാം മത വിശ്വാസി ഈ ബ്രിട്ടനിൽ എവിടെയെങ്കിലും ഒരു കത്തിക്കുത്ത് നടത്തിയാൽ മതി, തോക്കെടുത്ത് പൊട്ടിക്കുകയൊന്നും വേണ്ട, ഒരു കത്തിക്കുത്ത് നടത്തിയാൽ പോലും ഇതാ ഞങ്ങളുടെ നാട്ടിൽ ഭീകരവാദം എന്നും പറഞ്ഞ് ഇതേ സായിപ്പ്, ഇതേ BBC വാർത്ത കൊടുക്കും, ചാടി അങ്ങിറങ്ങും. അപ്പൊ അവർക്കത് ഭീകരവാദമാണ്. അതായത് സ്വന്തം വീട്ടിന്റെ പറമ്പത്ത് അല്ലെങ്കിൽ സ്വന്തം ബെഡ്റൂമിനകത്ത് ആരെങ്കിലും കയറി പണി കൊടുക്കുമ്പോൾ ഇവർക്ക് അത് ഭയങ്കര പ്രശ്നമാണ്. അവിടെയാണ് ജയശങ്കർ ഒരിക്കൽ പറഞ്ഞത് ഈ യൂറോപ്യൻസിന്റെ മനോഭാവത്തിനെ കുറിച്ച്. യൂറോപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ലോകം മുഴുവൻ സഹിക്കണം, ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം നമ്മുടേതല്ലേ എന്ന യൂറോപ്യൻസിന്റെ മനോഭാവം. ഈ ഒറ്റ കാരണം കൊണ്ടാണ് അവരിനി നരക തുല്യമായ ജീവിതം നയിക്കാൻ പോകുന്നത്. ഒരു കാലത്ത് ഭൂമിയിലെ ഏറ്റവും പീസ്ഫുൾ എന്ന് പറഞ്ഞിരുന്ന, മനോഹരം എന്ന് പറഞ്ഞിരുന്ന യൂറോപ്പിനെ കാത്തിരിക്കുന്നത് വളരെ മോശം നാളെയാണ്. ഒരു സംശയവും വേണ്ട, വളരെ മോശം നാളുകളാണ് അവരെ കാത്തിരിക്കുന്നത്. അതിന്റെ കാരണം അവരുടെ ഈ പ്രവൃത്തിയാണ്, ഈ മനോഭാവമാണ്. ഇപ്പൊ ഇന്ത്യയിലും മരിച്ചത് മനുഷ്യരല്ലേ, ചോരയും നീരുള്ള മനുഷ്യരല്ലേ ഇന്ത്യയിലും മരണപ്പെട്ടത്. അതും സാധാരണ ടൂറിസ്റ്റുകളായിരുന്നില്ലേ അവര്, അല്ലാതെ അവർ ഈ പറയുന്ന ആയുധധാരികളോ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ വീരയോദ്ധാക്കളാണ്. അവരൊരു യുദ്ധത്തിനിടയിൽ, ഒരു ഫൈറ്റിനിടയിൽ വീരചരമം പ്രാപിച്ചു എന്നോ അല്ലെങ്കിൽ വീരമൃത്യു വരിച്ചു എന്നോ നമുക്ക് പറയാം. കയ്യില് ഒരു ആയുധവും ഇല്ലാത്ത, എടുത്തെറിയാനായിട്ട് ഒരു ഉരുളം കല്ല് പോലും ഇല്ലാത്ത മനുഷ്യരുടെ അടുത്ത് വലിയ തോക്കുകളുമായിട്ട് ഒരു കൂട്ടം ഭീകരവാദികൾ എത്തുന്നു, നിഷ്കരുണം അവരെ കൊല ചെയ്യുന്നു. ആ ഒരു പ്രവൃത്തിയെ ഭീകരവാദമെന്ന് പറയാൻ ഒരു മാധ്യമത്തിനും അതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്കും കഴിയുന്നില്ല എങ്കിൽ BBC എന്ന് പറയുന്ന ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആ പേര് മാറ്റിയിട്ട് ബ്രിട്ടീഷ് ബാർബർ ഷാപ്പ് കമ്പനി എന്നൊരു പേരിട്ടിട്ട് തീവ്രവാദികൾക്ക് പോയി ക്ഷൗരം ചെയ്തു കൊടുക്കുന്നതാണ് നല്ലത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.